ഈ ലാലേട്ടൻ്റെ അടുത്ത് ശോഭനയാണെന്ന് പറയുന്ന എപ്പോഴായിരുന്നു? ഞാനിങ്ങനെ അപ്പോൾ ഓരോ ദിവസവും ചേട്ടൻ ഇങ്ങനെ പറയും. ലാലേട്ടൻ ആദ്യം കഥ പറയുമ്പോൾ തൊട്ട് ചോദിക്കുന്നത് നായിക ഇല്ല, ആരായിരിക്കും? നായിക ആരായിരിക്കും ഓരോ ദിവസവും ഇങ്ങനെ വിളിക്കും. വിളിച്ച് അല്ലെങ്കിൽ ചേട്ടൻ എവിടെ നിന്നെങ്കിലൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കും, എന്തായി നമ്മുടെ നായിക എന്ന് ചോദിക്കും. അപ്പോൾ ഓരോരുത്തരുടെ കാര്യം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കിട്ടും, അത് നോക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും പറഞ്ഞിട്ട് ഒരിക്കലും ഇങ്ങനെ ശോഭന അഭിനയിക്കാൻ കിട്ടുമെന്ന് ചേട്ടൻ അറിയുന്നില്ല. ഞാൻ ആ ശോഭന ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടേ പറഞ്ഞുള്ളൂ. വിളിച്ച് ചേട്ടനോട് പറയുന്നത്, ചേട്ടാ ഇങ്ങനെ ശോഭന ഓക്കെ ആയിട്ടുണ്ട്. ദൈവമേ, ഇവരെങ്ങനെ സമ്മതിച്ചു? എല്ലാ സിനിമയ്ക്കും വിളിച്ചു നോക്കുന്നതാ, വരൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, ഈ ഡാൻസ് ക്ലാസ്സിന് ഞാൻ പറഞ്ഞു അതെല്ലാം മാനേജ് ചെയ്ത് നമുക്ക് ചെയ്യാൻ നോക്കി. അയ്യോ നല്ല കാസ്റ്റിംഗാണ്, ഇനി ഒന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. അതെന്ന് വെച്ചാൽ അത്രമാത്രം വെച്ചാൽ അത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കാസ്റ്റ് ചെയ്ത വാർത്ത വരുമ്പോൾ തന്നെ ഈ കേരളം ആഘോഷിച്ചു. അതെ. കാരണം ഇതൊരു വലിയൊരു കോമ്പിനേഷനാണ്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളല്ലേ ഇവർ രണ്ടുപേരും. അതുകൊണ്ട് അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു. ആ സിനിമയുടെ ആദ്യത്തെ ഭാഗ്യമുള്ള വാർത്ത അതായിരുന്നു. അതെ, ആ വാർത്ത തന്നെയായിരുന്നു. ഇവിടെ രഞ്ജിത്ത് എന്നുള്ള വ്യക്തിയിൽ ഞാൻ കാണുന്നത്, ഈ സിനിമയ്ക്ക് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതെ, അത് ഇപ്പോഴും വർക്കുമായിട്ട് മുന്നോട്ട് ചെയ്യുക. ഇന്നലെ വേറെ സക്സസ് ടീസർ ഇറക്കി, ഇപ്പോഴും അതിൻ്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കണം. പഴയ രഞ്ജിത്തേട്ടൻ്റെ പഴയതാണല്ലോ, താങ്കൾ പഴയതാണ്, ഇപ്പോൾ പുതിയതിലേക്ക് വന്നു, പഴയ രീതി മതിയെന്ന് അങ്ങനെ തീരുമാനിച്ചാണ്. ഇത് വേണ്ട, നമുക്കൊന്നും വേണ്ട, പ്രേക്ഷകരിലേക്ക് എത്തിയാൽ മതി, അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. എന്താ വെച്ചാൽ 30-35 വർഷമായിട്ട് എൻ്റെ ഏറ്റവും വലിയ കൃത്യമായ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സിനിമകൾ ഓടിയത് കൊണ്ട് ഓടാത്തതുണ്ട്. അതെ, ഓടാത്ത സിനിമകൾ ഓടിക്കാത്തത് പ്രേക്ഷകർ തന്നെയാണ്. കാരണം ഞാൻ ഭയങ്കര കൃത്യമായിട്ട് വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു നല്ല സിനിമ ഓടാത്തതില്ല. അപ്പോൾ പ്രേക്ഷകരിൽ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ ആ പ്രേക്ഷകർക്ക് നല്ലത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കാതെയും നമ്മൾ അതിന് വേറെ സമയം കണ്ടെത്തി പോകാൻ പറ്റത്തില്ല. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ നന്നാക്കാൻ പറ്റുള്ളൂ. അതിന് എത്രമാത്രം നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളും, അത് ഈ ടെക്നീഷ്യന്മാരെല്ലാം എന്നെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ കൂടെ നിൽക്കും, എല്ലാത്തിനും കൂടെ നിൽക്കും. അത് വേണം, അത് നിങ്ങളത് വിടണ്ട, നമുക്കത് ചെയ്യാം, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആലോചിക്കുന്ന ഒരാളാണ്. അതെന്തിനാന്ന് വെച്ചാൽ, എനിക്ക് ഈ കഥയിൽ 12 വർഷം വിശ്വസിച്ച് എനിക്ക് ഈ സിനിമ വിജയിക്കും എന്നുള്ള വിശ്വാസം ഇല്ലാതിരിക്കുമോ? കാരണം എൻ്റെ ഒരു വിശ്വാസം, ഇത്ര കാലം ഇതിങ്ങനെ ഞാൻ കയ്യിൽ വിടാതെ കൊണ്ടു കിടക്കണമെങ്കിൽ, ഇതൊരു സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴും ഞാൻ ഈ ഓൺലൈൻ പരസ്യങ്ങൾ ഒഴിവാക്കി എന്നുള്ളതല്ല. ഓൺലൈൻ പരസ്യങ്ങളിൽ നമ്മൾ പറയുമ്പോൾ, നമ്മളെല്ലാം സിനിമയ്ക്ക് മുമ്പ് സംസാരിക്കുമ്പോൾ അതിൽ പലതും അഹങ്കാരമായി തോന്നും. കാരണം ഇതെന്താണ്, ഇതൊക്കെ വന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ അലിയോട് പറയുമ്പോൾ, എനിക്ക് നിങ്ങളെല്ലാം സിനിമ കണ്ടതിന് ശേഷമാണ്, ഒരാഴ്ചയും കഴിഞ്ഞ ശേഷമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷത്തോട് പറയാം, അല്ലെ സമാധാനത്തോട് പറയാം. മറ്റേത് ഞാൻ എൻ്റെ അവകാശവാദമാണ്. അതെ. ഈ അവകാശവാദങ്ങൾ പറയുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളത് പറയണ്ട, നമ്മുടെ സിനിമ സംസാരിക്കട്ടെ. ആദ്യത്തെ ദിവസം സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതല്ലേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പരസ്യം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പരസ്യം. ആ പരസ്യം എനിക്ക് തന്നത് ഈ നമ്മുടെ മലയാളികളായ പ്രേക്ഷകരല്ലേ. അപ്പോൾ അവരെ നമ്മൾ വിശ്വസിക്കണ്ടേ? ആ വിശ്വാസം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഈ സിനിമയിൽ ഉണ്ടായിരുന്നുള്ള സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അതിന് സംശയമില്ല. ഇവിടെ മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 12 വർഷത്തെ യാത്രയല്ലേ ഈ സിനിമയ്ക്ക്. 12 വർഷം കാത്തിരിക്കാനുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. ഒരു ദിവസം പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസം ഉണ്ടാവില്ല. എവിടെ പോയാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ആ 12 വർഷം യാത്ര ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാറിപ്പോകുന്നു, അടുത്ത ദിവസം തന്നെ മാറിപ്പോകുന്നു. രഞ്ജിത്തേട്ടന് സ്വാഭാവികമായിട്ടും വളരെ വിഷമം ഉണ്ടായി കാണും. നിങ്ങൾ ഷെയർ ചെയ്യും, ചിപ്പി ചേച്ചിയായിട്ട് ഷെയർ ചെയ്യും, നിങ്ങളാണല്ലോ ഈ കഥയും കാര്യങ്ങളുമായിട്ടുള്ള ഷെയർ ചെയ്യും. ആ സമയത്തെങ്കിലും ഇത് മുടങ്ങിപ്പോയാൽ ഞാൻ എന്താകും എന്നൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. അല്ല, എന്ന് വെച്ചാൽ ഇതിനകത്ത് പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ ഈ സിനിമ ഇങ്ങനെ ആകുമെന്നൊന്നും ഞാനിപ്പം ആയതുകൊണ്ട് പറയുന്നതല്ല. ആകുമെന്നൊന്നും ഞാൻ ഇത്ര ഭയങ്കര ഹിറ്റാകുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ സിനിമയിൽ എപ്പോഴും വരുന്നത്. പക്ഷെ എങ്കിലും ഇതിലൊരു നമ്മളെ എവിടെയൊക്കെയോ ചേർത്ത, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥാപാത്രത്തിലുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.